ബീഹാർ തെരഞ്ഞെടുപ്പിൽ വ്യാപക അഴിമതി നടന്നതായി ആരോപണം. നിരവധി വിവാദ വീഡിയോകളിലൂടെ കോളിളക്കം സൃഷ്ടിച്ച വ്ളോഗർ ധ്രുവ് റാത്തിയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഒട്ടും സുതാര്യമായിരുന്നില്ലെന്നാണ് ധ്രുവ് റാത്തിയുടെ ആരോപണം. ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം പുതിയ വീഡിയോയിൽ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടുമാണ് ധ്രുവ് റാത്തിയുടെ വെല്ലുവിളി. ബീഹാർ തെരഞ്ഞെടുപ്പ് വേളയിൽ 10,000 രൂപ വീതം നൽകിയത് ക്രമക്കേടാണെന്നും കൈക്കൂലിയാണെന്നും ധ്രുവ് റാത്തി ആരോപിക്കുന്നു. ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് വെറും 6 ദിവസം മുമ്പ് ഒക്ടോബർ 31-നും രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് 4 ദിവസം മുമ്പ് നവംബർ 7-നുമാണ് ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം എത്തിയത്. ഇത് വോട്ടർമാരെ സ്വാധീനിച്ചതായി ധ്രുവ് റാത്തി അവകാശപ്പെടുന്നു. ജീവിക സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ ചേർന്ന വനിതകൾക്കായിരുന്നു ഈ തുക നൽകിയത്. സെപ്റ്റംബർ 26-നാണ് മുഖ്യമന്ത്രി മഹിളാ റോജ്ഗർ യോജന പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിനിടെ ഈ പണം കൈമാറുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയും സർക്കാരും ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായമോ ആനുകൂല്യങ്ങളോ ജനങ്ങൾക്ക് നൽകാൻ പാടില്ല. ഒക്ടോബർ 6-നാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഒക്ടോബർ 17, 24, 31, നവംബർ 7 ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് പണം നൽകി. ഇതിലൂടെ സർക്കാർ ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നും ധ്രുവ് റാത്തി പറഞ്ഞു. ഇതിന് മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ധ്രുവ് റാത്തി ആരോപിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്ത നിരവധി വോട്ടർമാർ ബീഹാറിലും വോട്ട് ചെയ്തതായും ധ്രുവ് റാത്തി പറയുന്നു. ബീഹാറിൽ മാത്രം 14.35 ലക്ഷം വ്യാജ വോട്ടർമാരുണ്ടെന്ന് കണ്ടെത്തി. വ്യാജ വോട്ടർമാരെ കണ്ടെത്താനുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം വ്യാജ വോട്ടർമാർ ബീഹാറിൽ ഉണ്ടായതെന്നാണ് ധ്രുവ് റാത്തി ചോദിക്കുന്നത്. ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്നും ധ്രുവ് റാത്തി ആവശ്യപ്പെടുന്നു. മറ്റൊരു ആരോപണം കപിൽ സിബൽ ഉന്നയിച്ച ആരോപണമാണ്. ഹരിയാനയിൽ നിന്നും ബീഹാറിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകളിൽ BJP വ്യാജ വോട്ടർമാരെ കൊണ്ടുവന്നതായും ധ്രുവ് റാത്തി പറയുന്നു. ഏകദേശം 4 സ്പെഷ്യൽ ട്രെയിനുകളെങ്കിലും തെരഞ്ഞെടുപ്പ് ദിവസം ഹരിയാനയിൽ നിന്നും ബീഹാറിലേക്ക് ഓടുന്നുണ്ടെന്ന് കപിൽ സിബൽ പറഞ്ഞിരുന്നു. ഈ ആരോപണം ധ്രുവ് റാത്തിയും ഉന്നയിക്കുന്നുണ്ട്. ഈ ട്രെയിനുകളിലെ യാത്രയ്ക്കുള്ള എല്ലാ ചെലവുകളും BJPയോ മോദി സർക്കാരോ ആണ് വഹിക്കുന്നതെന്നും ട്രെയിനിൽ യാത്ര ചെയ്തവർ പറയുന്ന ദൃശ്യങ്ങളും വാർത്താ ചാനലിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് തടയാൻ ആവശ്യമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചില്ലെന്നും ധ്രുവ് റാത്തി വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട്. മറ്റൊരു ആരോപണം CCTV നിയമങ്ങളിൽ മാറ്റം വരുത്തിയതാണ്. ഇത് ക്രമക്കേടുകളെ മായ്ച്ചു കളയാനാണെന്നാണ് ധ്രുവ് റാത്തി ആരോപിക്കുന്നത്. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഈ CCTV ദൃശ്യങ്ങളെല്ലാം മറച്ചെന്നും ധ്രുവ് റാത്തി പറയുന്നു. പട്ടികയിൽ നിന്ന് വോട്ടർമാരെ വ്യാപകമായി വെട്ടിയെന്നാണ് മറ്റൊരു ആരോപണം. 7.89 കോടി വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ SIRന് ശേഷം ഇത് 7.42 കോടിയായി മാറി. അതായത് 40 ലക്ഷം വോട്ടർമാരെ വെട്ടി. SIRൻ്റെ പേരിൽ പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ടർമാരെ കണ്ടെത്തി വെട്ടുകയാണ് ചെയ്തതെന്നാണ് ധ്രുവ് റാത്തി ആരോപിക്കുന്നത്. എന്തായാലും ധ്രുവ് റാത്തിയുടെ ആരോപണങ്ങൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്.